ഹലോ ഓൾ, വെൽക്കം ടു സൈലം IAS എക്സ് ഫാക്ടർ. ഇത്തവണത്തെ 2025 പ്രിലിംസ് എഴുതാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ വരുന്ന ഒരു 5-6 മിനിറ്റ് വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ് കേട്ടിരിക്കുക. പ്രിലിംസ് എക്സാമിനെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് അടിമുടി മാറിയേക്കാം. അതുപോലെ തന്നെ വരുന്ന പ്രിലിംസിൻ്റെ വിജയസാധ്യത വളരെയധികം ഈ സെഷൻ നിങ്ങളെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ ആദ്യമായി എന്താണ് എക്സ് ഫാക്ടർ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാനിന്നിവിടെ 2 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ്റെ പല സ്റ്റേജുകളിലായിരിക്കും. ചിലർ പഠിച്ചു തുടങ്ങുന്ന ഉള്ളായിരിക്കും, ഇല്ലെങ്കിൽ ചിലർ റിവൈസ് ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കും. MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുറേ പേര് കാണും. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കുറേ പേര് കാണും. അങ്ങനെ പല പല സ്റ്റേജുകളിലായിരിക്കും നിങ്ങളെല്ലാവരും തന്നെ. അപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ എന്താണ്, എവിടെയാണ് നിൽക്കുന്നത്, എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം പഠിക്കാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്ക്. ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന 2 ചോദ്യങ്ങൾ നിങ്ങൾ മുൻവിധികളില്ലാതെ, പഠിച്ചിട്ടില്ല, ചിലപ്പോൾ ചെയ്താൽ തെറ്റിപ്പോവും, അങ്ങനെയുള്ള ടെൻഷനുകളൊന്നുമില്ലാതെ, മുൻവിധികളില്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ടൊന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, 2 ചോദ്യങ്ങളാണ്. UPSC മോഡലിലുള്ള 2 ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ മൊമെൻറ്റ് 100% ആ ചോദ്യങ്ങളിലേക്ക് ഇട്ട് അതൊന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 2 മിനിറ്റ് സമയം തരാം. ആ ചോദ്യം ഒരു 2-3 ആവർത്തി വായിച്ച് ഏറ്റവും അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം ഏതാണെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, വിത്ത് റെഫറൻസ് ടു വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ VLC, അത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വേവ് ലെങ്ത് 375 to 780 നാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിനെ ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, നമ്മുടെ ബ്ലൂടൂത്തിനെക്കാട്ടിലും കാര്യപ്രാപ്തിയോടെ എഫിഷ്യൻസിയോടെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് VLCയെ ബാധിക്കില്ല. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ ചോദ്യത്തിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് 2-3 ആവർത്തി വായിച്ച് നോക്കിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അത് ആൻസർ ചെയ്യുക. വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരിയെന്നുള്ളത്. അതിന് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ പറ്റിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെ ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ബ്ലൂടൂത്തിനെക്കാട്ടും എഫിഷ്യൻ്റ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇല്ല. നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഹു എമോങ് ദ ഫോളോയിങ് വർ ദ അഡ്വക്കേറ്റ്സ് ഫോർ ദ ഫേമസ് ഇന്ത്യൻ നാഷണൽ ആർമി ട്രയൽസ് ഓഫ് 1945-46? ആചാര്യ വിനോബ ഭാവെ, ഭുലാഭായ് ദേശായി, തേജ് ബഹദൂർ സപ്രു, KN കാജു. പ്രശസ്തമായ INA ട്രയൽസ്, 1945 INA ട്രയൽസിൽ ആരൊക്കെയാണ് പട്ടാളക്കാർക്ക് വേണ്ടി വാദിച്ചത്? റെഡ് ഫോർട്ടിലാണ് ആ ട്രയൽ നടന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി വാദിച്ച നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഒരു 2 ആവർത്തി ആ പേരുകളിലൂടെ നിങ്ങൾ പോവുക. ആചാര്യ വിനോബ ഭാവെ, ഭുലാഭായ് ദേശായി, തേജ് ബഹദൂർ സപ്രു, KN കാജു. ഏറ്റവും അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അത് ആൻസർ ചെയ്യുക. ഓക്കെ, ആൻസർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ചോദ്യത്തിന്റെ പ്രസക്തിയിലേക്ക് നമുക്ക് വരാം. UPSC പ്രിലിംസിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും ഞാൻ ഈ കാണിച്ച 2 ചോദ്യങ്ങൾ പോലെ ആയിരിക്കും വരിക. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച ഡാറ്റ നോക്കുന്നു, ഉത്തരം ഏതാണെന്നറിയാം, അത് മാർക്ക് ചെയ്യുന്നു. പൊതുവിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെയും ഒരു അപ്രോച്ച് ഇതാ, അറിയാവുന്ന ചോദ്യങ്ങൾ അറിയാവുന്ന ഓപ്ഷൻസ് വെച്ച് ആൻസർ ചെയ്യുന്നു. വളരെ സിമ്പിളാണ് അല്ലേ? പക്ഷെ അതേസമയം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ MCQ എക്സാംസ്, PSC എക്സാംസ്, നീറ്റ്, CGL അതുപോലത്തെ എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം MCQs തന്നെയാണ്. അതിലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര മാർക്കാണ്. നീറ്റൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. PSC 100-ൽ 80-ന് മുകളിലൊക്കെ എത്ര പേർക്കാണ് കിട്ടുന്നത് അല്ലേ? അതേസമയം UPSCയുടെ MCQs എക്സാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, UPSC പ്രിലിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 200-ൽ 50%, അതായത് 100 മാർക്ക് കിട്ടുന്നവർ കുറവാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കട്ട് ഓഫ് 90-80 റേഞ്ചുകളിലാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൃത്യമായിട്ടൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് UPSC ചോദിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സെഷനുകളെ കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും,
വളരെ കൃത്യമായിട്ടുള്ള സിലബസ് അത് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് UPSC ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള സോഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റും. അത്രയും സിലബസ് പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് UPSC പ്രിലിംസ് മെയിൻസ് എല്ലാം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് 50% മാർക്ക് പോലും കിട്ടാത്തത്? അതിനുത്തരം ഈ 2 ചോദ്യങ്ങളിലുണ്ട്. ഇപ്പം എക്സാമിൻ്റെ ഏതൊരു ഫേസിൽ നിൽക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ പോലും ഡയറക്റ്റായിട്ട് പഠിച്ച് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അറിയാം, ഇതാണ് ചോദ്യം എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ് ഈ 2 ചോദ്യങ്ങളും. ഇതുപോലെ തന്നെയായിരിക്കും UPSCയുടെ ഭൂരിഭാഗം ചോദ്യങ്ങളും. ഏകദേശം 10 ലക്ഷത്തോളം പേര് UPSC പ്രിലിംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 10 ലക്ഷത്തിനടുത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു 10,000 പേര് മാത്രമാണ് പ്രിലിംസ് ക്വാളിഫൈഡ് ആയിട്ട് മെയിൻസ് എഴുതുന്നത്. ആ 10,000 പേരെ വ്യത്യസ്തരാക്കുന്ന എക്സ് ഫാക്ടർ അതെന്ന് പറയുന്നത് ഇതേപോലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനുള്ള സ്കില്ലാണ്. ഇവിടെ സൈലം UPSC എക്സ് ഫാക്ടറും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് തരാനായി ശ്രമിക്കുന്നതും ഈ ഒരു എക്സ് ഫാക്ടറാണ്. ആ ഒരു എഡ്ജ്, ആ 10,000-ൽ ഒരുവനായി എങ്ങനെ മാറാം എന്നൊരു ഉത്തരവായിരിക്കും ഈ പ്രിലിംസ് എക്സ്ട്രീം എക്സ് ഫാക്ടർ സെഷനിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരിക. ഓക്കെ, ഇനി വൺസ് അഗെയിൻ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് വരാം. ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് വിസിബിൾ ലൈറ്റ് ടെക്നോളജി എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ പഠിക്കുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ, ആയിരക്കണക്കിന് സാധനങ്ങൾ ഒരെണ്ണം മാത്രമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഈ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള വേവ് ലെങ്ത്തുകളും കാര്യങ്ങളും ഒക്കെ ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യവും INA ട്രയൽസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട് സെഷൻസ് ഉണ്ട്, ഒരുപാട് പാർട്ടീസ് ഉണ്ട്, ഒരുപാട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ടൈമിൽ നടന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ വ്യക്തികളുടെയും പേര് ഓർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ഫോർ മോസ്റ്റ്. ഭൂരിഭാഗം പേർക്കും അത് ഇമ്പോസിബിൾ ആണ്. അതിനപ്പുറം അത് നമ്മൾ പഠിക്കേണ്ട കാര്യവുമില്ല. ചോദ്യത്തിലേക്ക് വരാം. ഒരു ശരാശരി ഉദ്യോഗാർത്ഥി ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പം ഉള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, എക്സാം ഹാളിൽ കയറുന്നു, ചോദ്യം എടുത്തു വെക്കുന്നു. ഇപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് UPSC ക്വസ്റ്റ്യൻ ആണ്. UPSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. വായിക്കുന്നു, എക്സാം ഹാളിൽ ആ ഒരു പ്രഷർ കാണും, അതിൽ നമ്മൾ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ശരിക്കും വായിക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എവിടെയെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കുമോ, ഇതെന്താണ്, കറണ്ട് അഫെയർ പഠിക്കേണ്ടതായിരുന്നു, ചിലപ്പോൾ ലാസ്റ്റ് മന്ത് റിവൈസ് ചെയ്തിട്ട് ചിലപ്പോൾ കിട്ടിയേനെ, കഷ്ടമായിപ്പോയി, നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുക. കാരണം നമുക്ക് അറിയാത്ത ഒരു ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഓർമ്മ വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് വളരെ സ്വാഭാവികമാണ്. ഇനി താഴേക്ക് വായിക്കുമ്പോഴേക്കും സ്പെക്ട്രം വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ഒക്കെ ആര് പഠിക്കാനാ? ബ്ലൂടൂത്തിനെക്കാട്ടിലും ഫാസ്റ്ററാന്ന് പറയുന്നു. അറിഞ്ഞൂടാ, ചിലപ്പോൾ ആയിരിക്കും. കാരണം ബ്ലൂടൂത്ത് ഒക്കെ നമ്മൾ ഈ ഫോണിൽ കൂടെ മാറ്റുമ്പോഴേക്കും വലിയ സമയം എടുക്കാറില്ലേ? പിന്നെ ബ്ലൂടൂത്തിന് അത്ര സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ സാധനങ്ങളുടെ ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക്. നമുക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. അവസാനം നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഇൻറ്റ്യൂഷനിൽ ശരിയാണ് എന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. ഈ കാരണം കൊണ്ടാണ് UPSC പ്രിലിംസ് ഭൂരിഭാഗം പേരും തോക്കുന്നത്. ചിലപ്പോൾ വർഷങ്ങളോളം എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ റാൻഡം പോകുന്നത് കൊണ്ടാണ് പ്രിലിംസ് തോൽക്കുന്നത്. ശരിക്കും വേണ്ട ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പ്രിലിംസിന് ലോജിക്കിന് പ്രൈമസി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് ആ ലോജിക്കിന് പ്രൈമസി കൊടുത്ത് കോമൺ സെൻസിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ഓപ്ഷൻസ് അതിൽ കാണും, നമുക്കത് അറിയില്ലായിരിക്കും, ഡസൻറ്റ് മാറ്റർ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ബേസിക് ഇൻഫർമേഷൻസ് നമുക്ക് അറിയായിരിക്കും. ഇപ്പം ഈ ചോദ്യം തന്നെ വായിച്ചു നോക്കുക. വിത്ത് റെഫറൻസ് ടു വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അതിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. നമ്മുടെ ഒരു ലേമാൻ ലാംഗ്വേജിൽ നമുക്ക് അത്ര വലിയ ടെക്നിക്കൽ നോഹോ ഒന്നുമില്ല, നമ്മളെല്ലാം സാധാരണക്കാരാണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ എക്സാമിൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഓർക്കാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. ഒരു സാധാരണക്കാരനായിട്ട് നിന്നുകൊണ്ട് വളരെ ഫണ്ടമെൻ്റലി ചിന്തിക്കുക, എന്തായിരിക്കും വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ?
വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന സ്പെക്ട്രത്തിലുള്ള ലൈറ്റ്. ടോർച്ചിൻ്റെ വെട്ടം നമ്മൾ അടിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ട്, അതൊരു വിസിബിൾ ലൈറ്റ് ആണ് അല്ലേ? അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് അതിൻ്റെ മീനിങ് എന്താ? വിസിബിൾ ആയിട്ടുള്ള ലൈറ്റ് വെച്ച് നമുക്ക് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇറ്റ് മേക്സ് സെൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദ തിങ്സ് യു അനലൈസ്, ദ തിങ്സ് യു ഇൻഫർ ഷുഡ് മേക്ക് സെൻസ്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കാണാൻ പറ്റുന്ന ലൈറ്റ് വെച്ച് നമ്മളൊരു ഡാറ്റ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, സംഭവം എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുക. അത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വേവ് ലെങ്ത് 375 to 780 നാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അറിഞ്ഞുകൂടാ, ഇതൊന്നും ആർക്കും അറിയത്തുമില്ല, ഇതൊന്നും പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യവും ഇല്ല. UPSC ഇത് എക്സ്പെക്ട് ചെയ്യുന്ന പോലും ഇല്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ. അതൊരു ഭയങ്കര ഹാർഡ് കോർ ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്പെക്ട്രത്തിൻ്റെ മറ്റേ റേഞ്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സാധാരണക്കാർക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്ത് ആദ്യത്തെ 100 റാങ്കിൽ ഇടം നേടുന്ന ഒരാൾക്ക് പോലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ലായിരിക്കും. ഓക്കെ, സെക്കൻഡിലേക്ക് പോവുക. ഇറ്റ് ഈസ് നോൺ ആസ് ലോങ് റേഞ്ച് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ലോങ് റേഞ്ച് എന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമെന്ന് ചിന്തിക്കുക. വളരെ ബേസിക്കായിട്ട് ഫണ്ടമെൻ്റൽസ് യൂസ് ചെയ്ത് ചിന്തിക്കുക. കാണാൻ പറ്റുന്ന ലൈറ്റ് വെച്ച് വലിയ റേഞ്ചിലേക്ക് നമുക്ക് ഒപ്റ്റിക്കൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒപ്റ്റിക്കൽ കേബിൾ വെച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ അണ്ടർഗ്രൗണ്ട് സീ കേബിളിലൂടെയൊക്കെ അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. അതിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എത്ര 10,000 കിലോമീറ്റർ വേണമെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ഒരു കേബിളുണ്ട്. പക്ഷേ കേബിളൊന്നും ഇല്ലാതെ ഇവർ പറയുന്നത് കാണാൻ പറ്റുന്ന വെളിച്ചം വെച്ച് അങ്ങ് ദൂരെ വലിയ റേഞ്ചിൽ നമുക്ക് ഡാറ്റാസ് അയക്കാൻ പറ്റുമെന്ന്. ഒരു സാധാരണക്കാരൻ്റെ കോമൺ സെൻസിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിക്കും അത് പോസിബിൾ ആയിരിക്കുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വെട്ടം വെച്ച്, കാണാൻ പറ്റുന്ന വെട്ടം വെച്ച്, കാണാൻ പറ്റുന്ന ലൈറ്റ് വെച്ച് നമ്മൾ ഇൻഫർമേഷൻസ് കിലോമീറ്റർ കണക്കിന് നമുക്ക് അയക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അതൊരു ഡൗട്ടാണ്. ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ നമ്മുടെ കോമൺ സെൻസിക്കൽ നോളജിന് അത് സ്യൂട്ടാന്ന് തോന്നുന്നില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവുക. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ദാൻ ബ്ലൂടൂത്ത് പറ്റുമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഓരോ ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് വരുമ്പോഴും ഡാറ്റ ട്രാൻസ്ഫർ, കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാവാം, സെൻസിബിളാണ്. പിന്നെ ബ്ലൂടൂത്ത് നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് കോളേജിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരിക്കും. ഇപ്പം എൻ്റെയൊക്കെ കോളേജിൽ ഞാൻ ഫോണിൽ ബ്ലൂടൂത്തൊക്കെ അയക്കുമ്പം ഒരു ഫോട്ടോ അയക്കാൻ തന്നെ മിനിറ്റുകൾ 10-15 മിനിറ്റൊക്കെ എടുക്കും. അപ്പം അത് ശരിയായിരിക്കാം. PLCക്ക് കൂടുതൽ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഹാസ് നോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ഈ പറഞ്ഞ പോലെ ബേസിക്സ്, ഇലക്ട്രിക്കും അല്ല മാഗ്നറ്റിക്കും അല്ല ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് യൂസ് ചെയ്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ബേസിക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് അറിയില്ല എന്ന് തന്നെ വെക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ബേസിക് തറവായിട്ടില്ല. ആ മറ്റേ ലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് നിങ്ങൾ ഓർക്കുന്നില്ല. ഫോട്ടോൺസ് ആണെന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ പഠിക്കുന്നതാണല്ലോ, ബേസിക്സ് പോലും മറന്നു പോകും, സ്വാഭാവികം. അപ്പോഴും കോമൺ സെൻസിന് പ്രൈമസി കൊടുക്കുക. ഇനി താഴെ നിങ്ങളുടെ ഓപ്ഷൻസിലേക്ക് നോക്കുക. 1, 2, 3, 4 എല്ലാം ശരിയാണ് എന്നൊരു ഓപ്ഷൻ ഇല്ല. എല്ലാം ശരിയാണ് എന്നൊരു ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ ഇതിൽ ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യാം, ഒരെണ്ണം തെറ്റാണ്. UPSCയിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ഓപ്ഷൻസ് എല്ലാം ഞാൻ അതിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണേ. അപ്പം ഇതിൽ ഏറ്റവും ലീസ്റ്റ് പ്രോബബിൾ ആയിട്ട്, ലീസ്റ്റ് കോമൺ സെൻസിക്കലി കറക്റ്റാന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതാണ്? ഇതിൽ ശരിയാവാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഓപ്ഷൻ ഏതായിരിക്കും? ലൈറ്റ് ഉപയോഗിച്ച് വലിയ ഡിസ്റ്റൻസ് നമുക്ക് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ കോമൺ സെൻസിക്കൽ നോളജിന് അത് നിരക്കുന്നതല്ല. അപ്പം നമുക്ക് വി ടേക്ക് ദ റിസ്ക്. ചിലപ്പോൾ തെറ്റിപ്പോകാം, പക്ഷേ നമ്മൾ ആ റിസ്ക് എടുക്കണം. കോമൺ സെൻസിക്കൽ അല്ലാത്തത്, ബേസിക്സുമായിട്ട് സിങ്ക് ആവാത്തത്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഡ് 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഓഡായിട്ട് നിൽക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളത് എലിമിനേറ്റ് ചെയ്യുന്നു. 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് C ആണ്, 1, 3, 4. ഈ രീതിയിലാണ് നിങ്ങൾ പ്രിലിംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതുപോലൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസിക് ബുക്സ് തറവാന്നുണ്ടെങ്കിൽ
ഈ 100 ചോദ്യത്തിൽ ഒരു 10-30 ചോദ്യം നമുക്ക് കിട്ടും. ബാക്കിയുള്ള ആ ഒരു എക്സ് ഫാക്ടർ, ദ എഡ്ജ് എമോങ് ദ 10 lakh പീപ്പിൾ, ആ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ വിസ്ഡം, അത് വരുന്നതെന്ന് പറയുന്നത് ഇതേപോലെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ നോളജ് ഉപയോഗിച്ച് കോമൺ സെൻസിന് പ്രൈമസി കൊടുത്ത് അനലൈസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുക. ഈ ഒരു രീതിയിൽ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും മാക്സിമം പോയാൽ ഒരു 3-4 ക്വസ്റ്റ്യനെ തെറ്റത്തുള്ളൂ. കാരണം ലോജിക്കലി ഏറ്റവും കോറൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി ഈ ചോദ്യം കണ്ടു കഴിയുമ്പോഴേക്കും ഇറങ്ങി കിളികൾ പറക്കും. കാരണം എത്ര ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും INA ട്രയൽസിൽ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ അവിടെ നോക്കാൻ പോകുന്നില്ല. അതൊക്കെ ട്രിവിയൽ ഫാക്ട്സ് ആണ്. നമ്മൾ BCK പോലും ഒന്നും പഠിക്കുന്നില്ല. ആചാര്യ വിനോബ ഭാവെ പോയിരുന്നോ? ആ. പുലാഭായ് ദേശായി പോയിരുന്നോ? അറിഞ്ഞുകൂടാ. തേജ് ബഹാദൂർ സപ്രു പോയി കാണുമായിരിക്കും. KN കാഡ്ജു പോയോ? ആ, നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ 100 റാങ്ക് വരുന്ന ഒരാളും ഇതറിയാൻ പോകുന്നില്ല. ഇനി താഴെ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 1 2 3 4 4 ഉണ്ട്. ചിലപ്പോൾ 4 പേരും പോയിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ഫൗണ്ടേഷണൽ നോളജാണ്. കോമൺ സെൻസ് ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും UPSC പ്രൈമസി കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ആരെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. ആചാര്യ വിനോബ ഭാവെ, പുലാഭായ് ദേശായി, തേജ് ബഹാദൂർ സപ്രു, KN കാഡ്ജു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച വിജ്ഞാന ഭണ്ഡാരവുമായിട്ട് ഒത്തു നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ഓർമ്മ വരുന്നില്ല. ഡസൻറ്റ് മാറ്റർ. അതിലും ബേസിക്കായിട്ട് ആ ഒരു കോമൺ സെൻസിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ജസ്റ്റ് വായിച്ച് അവരുടെ വാക്കുകൾ ഡസൻറ്റ് മേക്ക് സെൻസ് ഉള്ളത് നോക്കുക. ഇതിൽ ഓട് വണ്ണായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വിനോബ ഭാവെയാണ്. എന്തുകൊണ്ടാണ്? ആ സമയത്ത് ആചാര്യ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ വിളിക്കുന്നതാണ്. ആചാര്യ വിനോബ ഭാവെ എന്ന് പറഞ്ഞാൽ ബൈ പ്രൊഫഷൻ ഹീസ് എ ടീച്ചർ. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെയാണ് ആചാര്യ എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ മിഡീവൽ ഇന്ത്യ മുതൽ ബ്രിട്ടീഷുകാർ വന്ന മോഡേൺ ടൈംസിൽ പോലും കുട്ടികളെ ഫുൾ ടൈം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് നമ്മൾ ആചാര്യാസ് എന്ന് വിളിക്കുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടണം. അവിടെയാണ് പ്രാക്ടീസിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പം 1 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് C ആണ്. അപ്പം ഇത് രണ്ടും UPSC മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് UPSC ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി UPSC സൈലത്തിൻ്റെ UPSC കണ്ടന്റ് ടീം ഉണ്ടാക്കിയൊരു ചോദ്യമാണ്. പക്ഷേ അതും ഒരു പക്ക UPSC ക്വസ്റ്റ്യൻ ആണ്. കോമൺ സെൻസിലൂടെ നമുക്ക് ചോദ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം വരുന്ന മാർച്ച് 28 മുതൽ മാർച്ച് 31 വരെയുള്ള ദിവസങ്ങളിൽ 7 മണിക്ക് ലൈവ് സെക്ഷൻ കാണും എക്സ് ഫാക്ടറിൻ്റെ. അപ്പോൾ കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യുക. തലേദിവസം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം ഈ 4 ദിവസം കൊണ്ട്, ഈ 4 ദിവസവും തൊട്ടടുത്ത മാസം നമ്മളൊരു 4 ദിവസം വെക്കുന്നുണ്ട്. ഈ 4 ദിവസം കൊണ്ട് പ്രിലിംസ് എന്താണ്, പ്രിലിംസ് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് സൈലം എക്സ് ഫാക്ടർ ഉണ്ടാക്കി തരും. എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയായിരിക്കും അവർ ഓപ്ഷൻസ് ഫ്രെയിം ചെയ്യുന്നത്, നമ്മുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കണം. അവിടെ 2 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം ഓരോ ചോദ്യത്തിലൂടെ നമ്മൾ പോകേണ്ടത്, എങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ എൻറ്റയർ UPSC പ്രിലിംസ് പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പണൻ്റ് എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന അപ്രോച്ച് സെഷൻസ് ആയിരിക്കും. ഈ പഠിത്തം എന്ന് പറയുന്നത് ഒരു അനലോജി പറയാനാണെങ്കിൽ നമ്മൾ ഈ തോക്കും വെടിയുണ്ടയൊക്കെ സെപ്പറേറ്റ് ശേഖരിച്ച് വെക്കുന്നത് പോലെയാണ്. എക്സ്പെക്ടിങ് എ വാർ അല്ലേ? തോക്കിൽ ഉണ്ടയിട്ട് വെടിവെച്ചാൽ മാത്രമേ ആ സമയമാകുമ്പോഴേക്കും നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? സംഭവം ടൂളില്ലാതെ കാര്യമില്ല, പക്ഷേ പ്രാക്ടീസ് ഇല്ലാതെ അത് കയ്യിൽ വെച്ചുകൊണ്ട് വലിയ മെച്ചവും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുന്ന ഒരേ ബുക്കുകളാണ്, എല്ലാവരും ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്, ഒരേ കണ്ടന്റാണ് എല്ലാവരും റിലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ റിസോഴ്സിനൊരു ഡെർത്തില്ല. ഫാക്കൽറ്റീസിൻ്റെ നിന്ന് വളരെ ക്വാളിറ്റി ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എല്ലാവരും കിട്ടുന്നുണ്ട്. ഈ സൈലത്തിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ക്വാളിറ്റി ഇൻപുട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടീസിലായിരിക്കും, പ്രിലിംസ് പേപ്പറിൻ്റെ അപ്രോച്ചിലായിരിക്കും. അപ്പോൾ വരുന്ന
ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യുക. വളരെ റിലീജിയസ്ലി തലേദിവസം വിടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ സെഷനിലൂടെ നിങ്ങളുടെ അപ്രോച്ച് റെക്ടിഫൈ ചെയ്ത് സെറ്റാക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളും ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളെല്ലാം നമ്മുടെ സൈലം ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് ആപ്പിലേക്ക് നമുക്ക് ആക്സസ് ലഭിക്കുക. ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ കയറി സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ OTP വെരിഫിക്കേഷൻ വഴി ആപ്പിൻ്റെ അകത്തേക്ക് നിങ്ങൾ കയറുക. അതിൽ നിന്ന് UPSC സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഈ 3 പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രിലിംസ് എക്സ്ട്രീം പ്രോഗ്രാമിലെ എല്ലാ സെഷൻസിലേക്കും എല്ലാ കണ്ടന്റിലേക്കും നിങ്ങൾക്ക് ആക്സസ് കിട്ടും. So that's all for today. Have a nice day.